ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തേത് ഒരു കോഴിക്കോട് സ്റ്റൈൽ ബിരിയാണിയാണ്. സോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. വാ, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ തുടങ്ങിയാലോ. നൈസായിട്ട് ഒന്നുകൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സോ നല്ല നൈസായിട്ട് വേണം കട്ട് ചെയ്യാൻ, എന്നാലും നമുക്ക് ബിരിയാണിക്ക് സെറ്റ് ആവുള്ളൂ. അതുപോലെ നമുക്ക് ടൊമാറ്റോയും തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് നമുക്ക് ഗാർലിക്ക്, ജിഞ്ചർ, റെഡ് ചില്ലി, പിന്നെ നമുക്ക് കുറച്ച് പെരിഞ്ജീരകം കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്ത നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കാം. പിന്നെ ഒരു നാരങ്ങ കൂടിയിട്ട് നമുക്ക് റൈസ് റെഡിയാക്കുമ്പോൾ ആവശ്യമുണ്ട്. സോ നമുക്ക് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. ഉള്ളിയും തക്കാളിയും പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഗാർലിക് പേസ്റ്റും പിന്നെ കുറച്ച് നമ്മുടെ മല്ലിച്ചപ്പും പുതിനയും പിന്നെ ഒരു നാരങ്ങയും കൂടി നമുക്ക് നാരങ്ങ കൂടി പിഴിഞ്ഞ് ഇതിനകത്ത് ഒന്ന് നല്ലോണം മാരിനേറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ ചിക്കനും കൂടി ആഡ് ചെയ്യാം. സോ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് പൊടികൾ ഒരു 2 ചെറിയ സ്പൂണാണ്. കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം എല്ലാം ഒന്ന് ഒതുക്കി നല്ല മിക്സാക്കി റെഡിയാക്കി വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണേ ഞാൻ എടുത്തുള്ളൂ. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഞാൻ എല്ലാം ചെറിയ സ്പൂണിനാണ് എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ നമ്മുടെ ബിരിയാണി മസാല അത് ഞാനൊരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ യോഗട്ട് അതൊരു 3 വലിയ സ്പൂണിനാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. നല്ലോണം മിക്സ് ചെയ്യണം, എന്നാലും നമുക്ക് ഈ മസാലകളൊക്കെ നമ്മൾ ചിക്കനിൽ പിടിക്കുകയുള്ളൂ. സോ നല്ല വൃത്തിയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ഒരു ചെറിയ മാഗി ക്യൂബും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബിരിയാണിക്ക് നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നല്ലോണം മിക്സായിട്ട് നമുക്ക് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 5 ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ബിരിയാണി നല്ല കളർഫുള്ളാക്കാൻ വേണ്ടി കുറച്ച് കാഷ്നട്ട്, പോത്തിന് മുന്തിരിങ്ങ, പിന്നെ കുറച്ച് ഉള്ളി നല്ലോണം ഡ്രൈ ആയിട്ട് എടുക്കുക. ഡ്രൈ ആയിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാല നമുക്ക് ആ സമയത്തൊന്ന് സെറ്റാക്കി എടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നമ്മുടെ മല്ലിച്ചപ്പ്, പുതിന എല്ലാം കൂടി ഒന്ന് മിക്സായി സെറ്റാക്കി വെക്കാം. പിന്നെ നമ്മുടെ മസാല നമുക്ക് സ്റ്റൗവിൽ വെച്ചൊന്ന് റെഡിയാക്കി എടുക്കുക. ആദ്യം തന്നെ നമ്മുടെ ബിരിയാണിക്കുള്ള റൈസ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്.
വെള്ളം റെഡി ആയിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ദമ്മിന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. കുറച്ച് ആദ്യം നമ്മൾ ഏറ്റവും അടിയിൽ നമ്മൾ മസാല സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ലെയറായിട്ട് വേണം നമ്മൾ ദമ്മ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദമ്മിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ 3 ലെയറായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ സെറ്റാക്കി വെച്ച സ്പൈസസ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ബിരിയാണിക്ക് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ബിരിയാണി ആയിരുന്നു. സോ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. താങ്ക് യു.